അഡ്വക്കേറ്റ് ടി ബി മിനി കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ടി ബി മിനി, താങ്കൾ നിവിൻ പോളിയുടെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഈ പരാതിക്കാരിയെ തനിക്ക് അറിവേയില്ല എന്നാണ് നിവിൻ പോളി പറയുന്നത്. ഇപ്പോ നിവിൻ പോളി ഞാൻ പറഞ്ഞാല് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങള് ദുരുപയോഗം ചെയ്യുന്നത് ശരിയൊന്നുമല്ല. പക്ഷെ അതപ്പോ ജെനുവിനായിട്ടുള്ള ആളുകൾക്ക് റൈറ്റ് അവരുടെ ഇത് കിട്ടാതെ പോകും. പിന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതൊരു എന്താ പറയാ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് മുന്നേ തന്നെ ഈ പരാതി പോവുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തി പ്രാഥമികമായ ചില തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പൊ വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അതൊരു സിംഗിൾ റേപ്പ് അല്ല, കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് ആ കുട്ടി പറയുന്നത്. അത് പക്ഷേ നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് നേരത്തെ പരാതിയായി വന്നതാണ്, പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ ഇതിന്റെ പിന്നാലെ പോകേണ്ടതില്ല, ഇതൊരു ഫേക്ക് കംപ്ലൈന്റ് ആണെന്ന് ബോധ്യപ്പെട്ടു എന്ന തരത്തിലാണ് നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത്. നോക്കൂ, എനിക്കിതിൽ പറയാനുള്ളതേ, അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടാവണം. ആ തെളിവുകൾ ഈ അലിഗേഷൻ നടത്തിയ പെൺകുട്ടികൾക്ക് കൊടുക്കാനും കഴിയണം. ഞാൻ പറഞ്ഞത് ഒരു ഹേമ കമ്മിറ്റിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു 20 വർഷമോ 15 വർഷമോ മുന്നേ നടന്ന ഹറാസ്മെന്റിന്റെ ഭാഗമായ മെന്റൽ ട്രോമയിൽ ഒരാള് പറയുന്നതും അല്ലാത്ത ഇൻസിഡൻസും നമ്മൾ രണ്ടായി കാണണം. അത് ഈ കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പരിമിതമായ, രാവിലെ മുതൽ കോടതിയിലായിരുന്നു, ചെറിയ ചില ചാനലുകളിൽ ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. രണ്ട് കാര്യമുണ്ട്. നിവിൻ പോളിക്ക് ഇത് പറയാനുള്ള അവകാശമുണ്ട്, അദ്ദേഹത്തിന്റെ കേസ് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശവുമുണ്ട്. അതേസമയം സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് പറയാനും, എന്നുവെച്ചാൽ എല്ലാ തെളിവുകളൊന്നും ആ കുട്ടി നിരത്തണം എന്നില്ല, സാഹചര്യ തെളിവുകൾ ധാരാളം മതി. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പ്രൈമ ഫേസിയെ പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നിവിൻ പോളി ചെയ്തത് തെറ്റാണ്. നിവിൻ പോളി അടക്കമുള്ള ആളുകൾ മദ്യപിച്ച് ഈ ആളുകള് കൂട്ടബലാത്സംഗം ചെയ്തു കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊന്നും ഒട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ വെറുതെ ഒരാള് വന്ന അലിഗേഷൻ പറയോ, എന്തെങ്കിലും അതില് കാര്യങ്ങളില്ലാതെ പറയില്ലല്ലോ. അപ്പൊ അത് അന്വേഷണത്തിന് വിധേയമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിവിൻ പോളി പറയുന്നത് പോലെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായുള്ള പരാതിയാകാൻ സാധ്യതയില്ല. അല്ല, ഈ സാധാരണ പ്രതികളെ ഇപ്പൊ നമ്മൾ ഈ അലിഗേഷനായിട്ട് ബന്ധപ്പെട്ട് നടന്മാര് കാണിക്കാത്തൊരു കാര്യം നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. നേരിട്ട് പത്രമാധ്യമങ്ങളെ കാണുകയും അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും ഇത് ഫേക്ക് ആണെന്നും പറയുന്നു. അപ്പൊ രണ്ടും പോലീസ് അന്വേഷിക്കട്ടെ, അതാണ് നമ്മൾക്ക് ഇപ്പൊ ഇതിൽ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ആ കുട്ടിയെ നമ്മൾ ആരും കേട്ടിട്ടില്ല, ആ കുട്ടിയെ കേൾക്കണം, അല്ലെങ്കിൽ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ അറിയണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ നിവിൻ പോളി. ഒരു കാര്യം കൂടി, അതായത് താങ്കളുടെ അറിവിൽ ഇതിപ്പോൾ ഈ പുതുതായി, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സമിതിക്ക് ലഭിച്ച ഒരു പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയായല്ല താങ്കൾ മനസ്സിലാക്കുന്നത്, അല്ലെ? അതെ 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 അത് നേരത്തെ ഉണ്ടായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. അതായത് നിലവിൽ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന സൂചനയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി പങ്കുവെക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുക എന്നത് പ്രാക്ടിക്കലല്ല. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ടി ബി മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അവർ പറയുന്നത് പ്രകാരം നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ തുടർച്ച ആ നിലയിലാണ് നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഒരു പരിധിവരെ ഇതിന്